സച്ചിമാഷ് വൈവിധ്യങ്ങളുടെ കവിയാണ്. അതായത് എല്ലാ പാറ്റേണുകളിലും ഉള്ള കവിത എഴുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സച്ചിമാഷയുടെ ഏത് കവിത ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ ഒക്കില്ല. എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, എൻ്റെ വായനയെ സച്ചിമാഷിൻ്റെ ഒരു കവിതയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എത്ര മഹത്തായ ഒരു കവിതയാണെങ്കിലും നമുക്കതിൽ പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വിടുകയാണ് പതിവ്. സച്ചിമാഷയുടെ ഒരു കവിതയും എന്നെ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് ഏതാണ്ട് മുഴുവനായി തന്നെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വായനക്കാരെന്നുള്ളതിന് എനിക്കൊരു പ്രവേശനം അതിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. സച്ചിമാഷിനെ പോലെ അധ്വാനിക്കുന്ന ഒരാളെ ഞാൻ ഇന്നേ വരെ വേറെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും അധ്വാനിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ആ ആളാണ്, അങ്ങനെ ഒരു വാക്ക് പറയാമെങ്കിൽ ദൈവം. അത് ഒരു ഭയങ്കര സംഭവമാണ്. ഇപ്പോഴും എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സച്ചിമാഷ്. അതിനൊരു വലിയ, ഞാൻ ഈ വൈവിധ്യങ്ങളുടെ ഉദാഹരണമായിട്ട് പേജിന് ഞാൻ ഇപ്പം ഇതേവരെ വായിച്ച പോലെ അല്ലാത്ത പാറ്റേൺ ഉള്ളൊരു കവിത, ദരിത ജനുവരി ഞാൻ എന്നാണ് ആ കവിതയുടെ പേര്. ദരിത ജനുവരി ഞാൻ. സൈദ്ധാന്തികൻ്റെ ചതുരൻ മുഖവുമായി അകത്തു ദരിത, ഹേമന്തത്തിൻ്റെ വട്ടമുഖവുമായി പുറത്ത് ജനുവരി. രണ്ട് തണുപ്പുകൾക്കിടയിൽ ഞാൻ, ഞങ്ങൾക്കിടയിൽ വിറയ്ക്കുന്നു വീഞ്ഞു ചഷകം. ദരിത പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല, എങ്കിലും വീഞ്ഞ് ദരിതായെ ഭർതൃഹരി എന്ന് വിളിക്കുന്നു. എന്നിട്ട് എന്നെ നോക്കി കണ്ണിറുക്കുന്നു. എൻ്റെ പനി പിടിച്ച കുട്ടിക്കാലം കഴുത്തിൽ ജപിച്ച ഒരു ചരട് കെട്ടി മെലിഞ്ഞ കാലുകളിൽ ഓടി വരുന്നു. അവനെ ഞാൻ തിരിച്ചറിയുന്നില്ല. മരിച്ചുപോയ എൻ്റെ സഹോദരി പുറത്തുനിന്ന് ഒരു വെളുത്ത പൂവെറിയുന്നു. നോക്കി നോക്കി നിൽക്കെ ഓരോരുത്തരായി ഉടുപ്പുരിയുന്നത് ഞാൻ കാണുന്നു. അവർ ഉടൻ ഗ്യാസ് ചേംബറിലേക്ക് ആനയിക്കപ്പെടും. ദരിത, ഇത് നമ്മുടെ അവസാനത്തെ അത്താഴമാണ്. ഈ വീഞ്ഞു ചഷകം നിറയെ കൊല്ലപ്പെടുന്ന മൃഗങ്ങളുടെ കണ്ണീരാണ്. കേരളത്തിൽ ഇതിനെ മഴ എന്ന് പറയുന്നു. ഒരു അപാര എത്തിച്ചേരലാണത്. കേരളത്തിൽ ഇതിനെ മഴ എന്ന് പറയുന്നു. താങ്കൾ അവിടെ പോകണമായിരുന്നു. ദരിത വീഞ്ഞ് ശിരസിനു മേതെ ഉയർത്തുന്നു. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ വന്ന ഇന്ദ്രജാലക്കാരനെ ഓർമ്മിക്കുന്നു. അറവുശാലയിലേക്ക് നയിക്കപ്പെട്ട എൻ്റെ ചില സ്വപ്നങ്ങളെയും. നിശബ്ദരാകുമ്പോൾ ഞങ്ങൾക്ക് വസ്തുക്കളുടെ വിലാപം കേൾക്കാം. വസ്തുക്കളുടെ വിലാപം കേൾക്കാം. ദരിത കണ്ണിമയ്ക്കാതെ എന്നെ നോക്കുന്നു. നിർമ്മിക്കുന്നവരോടുള്ള വെറുപ്പോടെ. ആ നെറ്റിയിൽ വിപ്ലവത്തിൻ്റെ ചുളിവുകളില്ല. ആ ചുണ്ടുകളിൽ പ്രേമിക്കാനുള്ള ഒരു പുതിയ വഴിയുമില്ല. ഭാരമേറിയ ആ ശിരസിന് ചുറ്റും ആനന്ദവർദ്ധനൻ്റെ മുഖവുമായി ഭാരതീയനായ ഒരു ഈച്ച മാത്രം സംസ്കൃതത്തിൽ പാറുന്നു. സംസ്കൃതത്തിൽ പാറുന്നു. ഇപ്പോൾ ദുഃഖം ഉറങ്ങുകയാണ്. കെട്ടുപോയ അടുപ്പിൻ്റെ ചൂടിൽ പൂച്ചയെ പോലെ അത് കിടക്കുന്നു. ജ്ഞാനവൃക്ഷത്തെക്കുറിച്ച് സംസാരിച്ച് അതിനെ ഉണർത്തരുതേ. വാക്കുകളെ വെറുതെ വിടൂ ദരിത. ഇവിടെ സത്യം പാഠത്തിൻ്റെ ഓരങ്ങളിലല്ല, തെരുവിൻ്റെ ഓരങ്ങളിലാണ്.
രാത്രിയുടെ കൈകളിൽ തലവെച്ച് തണുപ്പിൽ ഉടൽ തന്നെ പുതപ്പാക്കി ചെറിയ മരണങ്ങളും കാത്തു കിടക്കുന്ന ഈ മനുഷ്യരെ നോക്കൂ. ഒരു ഇടിമുഴക്കത്തിനും ഉണർത്താനാകാത്തവർ. ദരിദ്ര തൻ്റെ നോട്ടം പിൻവലിക്കുന്നില്ല. അതിൽ ഓരോന്നായി എല്ലാം അവനിർമ്മിക്കപ്പെടുന്നു. മേശ, കസേര, വീഞ്ഞ്, ഈച്ച, ദരിദ്ര, ജനുവരി, ഞാൻ.